الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരും നിർദ്ദേശിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിച്ചു മരണപ്പെടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ ഇസ്ലാമിനെ ആദർശമായി അംഗീകരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പ്രകടമാകേണ്ടുന്ന ഉത്തമമായ രണ്ട് സ്വഭാവ ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ രണ്ട് ഗുണങ്ങൾ, ഒന്ന് ഇഹ്സാനാണ്, മറ്റൊന്ന് ഇത്ഖാനാണ്. ഇഹ്സാനും ഇത്ഖാനും എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭാഷാന്തരപ്പെടുത്തുമ്പോൾ മികവും തികവും എന്ന് നമുക്ക് അർത്ഥം പറയാം. പൊതുവെ മനുഷ്യർ എല്ലാവരും അവൻ എന്ത് കാര്യം ചെയ്താലും അത് ഈ രൂപത്തിലായിരിക്കണം എന്നുള്ളത് അവന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും, പഠിക്കലായാലും പഠിപ്പിക്കലായാലും തൊഴിൽ ചെയ്യുന്നതായിരുന്നാലും തൊഴിലെടുപ്പിക്കുന്നതായിരുന്നാലും ഏത് മേഖലകളിലായിരുന്നാലും ശരി, താൻ ചെയ്യുന്നത് പരമാവധി കുറ്റമറ്റതായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് നമ്മുടെ ആരാധനകളുമായി, നാം ചെയ്യുന്ന കർമ്മങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തുകയാണ് ഈ രണ്ട് വചനങ്ങൾ വാക്കുകൾ വിശദീകരിക്കുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന, ചിലപ്പോൾ നമ്മളെല്ലാവരും അല്പം മുമ്പ് പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലെ
ഏഴാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത് നിങ്ങളുടെ മുമ്പാകെ. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. തീർച്ചയായും ഭൂമുഖത്തുള്ളതെല്ലാം നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനാണത്? ലിനബ്ലുവഹും അവരെ പരീക്ഷിച്ചറിയാൻ വേണ്ടി. അയ്യുഹും അഹ്സനു അമല അവരിൽ ആരാണ് പ്രവർത്തനത്താൽ ഏറ്റവും നല്ലത് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കുറ്റമറ്റ നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമുഖത്തുള്ള എല്ലാറ്റിനെയും സീനത്തായി, അലങ്കാരമായി, ഭംഗിയായി നാം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇഹ്സാൻ എന്ന വാക്ക് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ആന്തരികമായി കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന ആത്മീയമായ ഒരു ഗുണമാണ് ഇഹ്സാൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയില്ല. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക എന്നുള്ളതാണ് ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂല് നൽകിയ ഒരു നിർവചനമുണ്ട്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, ആരാധന ചെയ്യലാണ്. അള്ളാഹുവിനെ നീ കാണുന്നു എന്ന പോലെ. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ആ മാനസികാവസ്ഥയിൽ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിന് ഇഹ്സാൻ എന്ന് പറയുക. ഈ ഇഹ്സാൻ മനസ്സിൽ വെച്ചുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതും കുറ്റമറ്റതുമാകണം എന്ന രൂപേണ ചെയ്യുമ്പോഴാണ് അത് ഇത്ഖാനായി മാറുക. ഇഹ്സാൻ ഇല്ലാത്ത അമലുകൾക്ക് ഇത്ഖാൻ ഉണ്ടാവില്ല. ഇത്ഖാൻ ഇല്ലെങ്കിൽ ഇഹ്സാനും ഉണ്ടാവില്ല. അത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളും കർമ്മങ്ങളുമായി ഏറ്റവും അധികം അടുക്കുന്നതുമാണ്. സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 1-2 വചനങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മൗത്തും ഹയാത്തും, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ന് തന്നെയാണ് മുൽക്കിന്റെ ആദ്യ ഭാഗത്തും പറയുന്നത്. നീ ഇത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളോ പ്രവർത്തനങ്ങളോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതയോ കുറ്റമോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നിലയിലാണോ? അല്ലേ അല്ല, ഒരിക്കലുമല്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, മുൽക്കിന്റെ ആദ്യ ഭാഗം തന്നെ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, റഹ്മാന്റെ സൃഷ്ടിപ്പിൽ ഒരു പൊട്ടലും ചീറ്റലും ഒരു പോരായ്മയും നിനക്ക് കാണാൻ കഴിയില്ല. ഇനി അതല്ല, നിനക്ക് റഹ്മാന്റെ സൃഷ്ടിപ്പിൽ പൊട്ടലുണ്ട്, പോരായ്മയുണ്ട്, ന്യൂനതയുണ്ട് എന്ന് കണ്ടേ തീരൂ, എന്ന് പറഞ്ഞേ തീരൂ എന്നാണ് നിനക്ക് ഭാവമെങ്കിൽ ഫർജിഉൽ ബസർ, വീണ്ടും വീണ്ടും നിന്റെ കണ്ണിനെ മടക്കി കൊണ്ടുപോവുക. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വിടവും നീ കാണുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടും തൃപ്തി വരുന്നില്ലെങ്കിൽ സുമ്മർജിഉൽ ബസറ കറത്തൈൻ, വീണ്ടും വീണ്ടും 2 പ്രാവശ്യമോ അതിലധികമോ നീ ഏതിലാണോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പോരായ്മ കാണുന്നത് അതിലേക്ക് വീണ്ടും വീണ്ടും നിന്റെ കണ്ണും കാതും ചിന്തയും എല്ലാം നീ കൊണ്ടുപോയി നോക്കൂ. സംഭവിക്കുന്നത് എന്താണ്? പരാജയമണിഞ്ഞ് പരവശമായ നിലയിൽ നിന്റെ ആ ചിന്തയും കണ്ണുമൊക്കെ നിന്നിലേക്ക് മടങ്ങി വരും. നിനക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. അത്ര കുറ്റമറ്റ സൃഷ്ടിപ്പാണ് അള്ളാഹുവിൻ്റെത്. ആ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ ആ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാണ് എന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു വചനം മാത്രമേ ഉള്ളൂ. ഈ അത്തഖന എന്ന പ്രയോഗം വന്നിരിക്കുന്ന ഒറ്റ വചനമേ ഉള്ളൂ ഖുർആനിൽ. എന്നാൽ
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അവന്റെ നിർമ്മിതിയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കുറ്റമറ്റ നിലയിൽ തന്നെയാണ് പോകുന്നത്. അത് സൂറത്തു നംലിലെ 88-ാമത്തെ വചനത്തിലാണ്. അള്ളാഹുവിന്റെ നിർമ്മാണം, അള്ളാഹുവിന്റെ ഉണ്ടാക്കൽ, അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ, അവൻ എന്തിനെ നിർമ്മിച്ചുവോ അതൊക്കെ ഇത്ഖാനോടുകൂടി കുറ്റമറ്റ നിലയിൽ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു. ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയില്ല. ഈ അത്ഖനയിൽ നിന്നാണ് ഇത്ഖാൻ എന്ന പദം പ്രയോഗിക്കപ്പെടുന്നത്. സൂറത്തു നംലിലെ 88-ാമത്തെ വചനത്തിലാണ് അത്ഖന എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇത്ഖാൻ, കുറ്റമറ്റ നിലയിലായിരിക്കണം എന്തും എന്ന. ഇനി പ്രവാചകന്റെ വചനങ്ങളിലേക്ക് ചെന്നാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇഹ്സാൻ എന്ന പദമാണെങ്കിലോ ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇഹ്സാൻ എന്ന പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഖുർആനിൽ കാണാം. അതിൽ ഇഹ്സാൻ എന്ന് പറയുന്ന ക്രിയാധാതു, മസ്ദർ എന്ന് പറയും അറബിയിൽ. അത് ഏതാണ്ട് 12 തവണ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ഇഹ്സാൻ എന്ന വാക്ക് തന്നെ. ഇനി അതിന്റെ നാമമായി പ്രയോഗിക്കുന്ന ഇസ്മ ഫായിൽ എന്ന് പറയുന്ന സാധാരണയായി പറയാറുള്ള നന്മ ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവർ എന്നർത്ഥം വരുന്ന മുഹ്സിൻ, മുഹ്സിനീൻ, ഖുർആൻ ഓതുന്നവരാണല്ലോ. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങനെ നമ്മൾ ഓതാറുണ്ട്. അങ്ങനെയുള്ള ആ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 33 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ് മുഹ്സിൻ, മുഹ്സിനീൻ എന്ന വാക്ക്. ഇനി നീ ഇഹ്സാൻ ചെയ്യുക എന്ന് കൽപ്പിക്കുന്ന അംർ, ആജ്ഞാക്രിയ ഓരോ തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അഹ്സിൻ എന്നും അഹ്സിനു എന്നും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അമലുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം ഓർക്കുക. അതിൽ പെട്ടതാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നൊക്കെയുള്ള പ്രയോഗം. ഇനി ഖുർആൻ ഓതുന്നവരാണല്ലോ, ഈ വാക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ഖാൻ എന്ന വാക്ക് ഞാൻ പറഞ്ഞു, ആ ഒരൊറ്റ ആയത്തിലേ വന്നിട്ടുള്ളൂ. വേറൊരു സ്ഥലത്തും അത്ഖന എന്നോ ഇത്ഖാൻ എന്നോ മുത്ഖിൻ എന്നുള്ള പ്രയോഗം ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ആ വാക്ക് പല സന്ദർഭങ്ങളിൽ ആരാധനകളുമായി ബന്ധപ്പെട്ട് ഇഹ്സാനോടൊപ്പം, അല്ലെങ്കിൽ ഇഹ്സാൻ പറയുന്നതോടൊപ്പം, ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇത്ഖാനും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ആദ്യം 1-2 ഞാൻ പരാമർശിക്കുന്നത് ഖബറുമായി ബന്ധപ്പെട്ടതില്ല. കാരണം നമുക്കൊക്കെ പോകാനുള്ള ഒരു സ്ഥലമാണല്ലോ, ഒരു സംശയമില്ലാത്ത അങ്ങോട്ടേ പോവുള്ളൂ, വേറെ എങ്ങും പോകാനില്ലല്ലോ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 രംഗങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പുത്രൻ ഇബ്രാഹിമിനെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഖബർ പാകിയ ഇഷ്ടികകൾക്കിടയിൽ വിടവ് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെച്ച് കെട്ടിയിരിക്കണം, അങ്ങോട്ട് ശരിയായിട്ടില്ല, അതിന്റെ ഇടയിൽ വിടവ് കാണും. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശരിയാക്കാൻ പറഞ്ഞു, ആ വിടവ് അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ ആ വിടവ് അവിടെ കിടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ വിടവ് അടച്ച് ഭംഗിയാക്കുന്നത് കൊണ്ടോ ആ ഖബറിൽ കിടക്കാൻ വരുന്ന, അവരിൽ ഖബറടക്കപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഉപകാരവും കിട്ടാനില്ല, ഉപദ്രവവും കിട്ടാനില്ല. ഇന്നഹാ ലാ തദുറു വലാ തൻഫഅ, ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെയോ വലാകിന്നഹാ തുഖിറു ഐനൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്നവന്റെ കൺകുളിർമക്ക് വഴിയൊരുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. എന്താണത്? നമ്മളെങ്ങനെങ്കിലും കൊണ്ടുപോയി കുഴി തോണ്ടി കൊണ്ടുപോയി ഒരാളിനെ കുഴിച്ചിടാൻ പറ്റൂല. ആരായാലും ശരി, അവർക്ക് വേണ്ടി അവസാനമായി നാം അണിയിച്ചൊരുക്കുന്ന വീടുണ്ടല്ലോ, അത് ഇത്ഖാനോട് കൂടി തന്നെ ആയിരിക്കണം. എങ്ങനെങ്കിലും മാന്തി എങ്ങനെങ്കിലും വെച്ചു പോകാൻ പറ്റൂല എന്നാണ് റസൂല പഠിപ്പിച്ചതിന്റെ അർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ അബ്ദ ഇദാ അമില അമലൻ അഹബ്ബല്ലാഹു അൻ യുത്ഖിനഹു, ഇതുൾപ്പെടെ, ഈ പറഞ്ഞതുൾപ്പെടെ ഒരു ദാസൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏറ്റവും കുറ്റമറ്റ നിലയിൽ ഇത്ഖാനോടുകൂടി ചെയ്യുന്നത്, മികവുറ്റതായി ചെയ്യുന്നത്, തികവുറ്റതായി ചെയ്യുന്നത്,
കുറ്റമറ്റ നിലയിൽ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഖബറിന്റെ കാര്യത്തിലാണ് ഇത് പറഞ്ഞു. ഇനി ഒന്നും കൂടി കേട്ടോളൂ. ആസിബ് ഇബ്നു കുലൈബ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഉപ്പയോടൊപ്പം ഒരു ജനാസ ഖബറടക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ അള്ളാഹുവിന്റെ റസൂലുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സാന്നിധ്യമുള്ള ഒരു ജനാസ ഖബറടക്കുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ പിതാവിൻ്റെ ഒപ്പം പോയി. ഞാൻ അന്ന് കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മനസ്സിലാകുന്ന തിരിയുന്ന പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. ഹദീസിന്റെ ഭാഷ അങ്ങനെ തന്നെ ഞാൻ പറയുക. അങ്ങനെ ജനാസ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. പക്ഷേ വലം യുമക്കില്ലഹ, ആ ഖബറിന്റെ പണി പൂർത്തിയായിട്ടുണ്ടായില്ല. ആ ഖബറിലേക്ക് ജനാസ വെക്കാൻ പറ്റുന്ന നിലയിൽ ഖബർ ശരിയായിട്ടുണ്ടായില്ല. ഖബർ ഏറ്റവും ശരിയായതിനു ശേഷമേ ജനാസ അങ്ങോട്ട് നമ്മൾ എടുക്കാവൂ. അതാണല്ലോ നമ്മളൊക്കെ ചെയ്യാറുള്ളത്. അതാണ് അതിന്റെ നിയമവും. അല്ലാതെ കുഴിയടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഖബർ ശരിയാക്കുന്ന സ്വഭാവം പാടില്ല. ഒക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു, സബ്ബൂ ലഹദഹാദ, ഈ ഖബർ നേരെ ചൊവ്വെ ശരിയാക്കുക എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ. അപ്പൊ ഈ വാക്ക് കേട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അനുചരന്മാർ വിചാരിച്ചു, അങ്ങനെ ചെയ്യൽ ഒരു സുന്നത്താകുമോ എന്ന് അവർ വിചാരിച്ചു എന്നാണ്. ഖബറിന്റെ അടുക്ക കൊണ്ട് ജനാസ വെക്കുക, എന്നിട്ട് ശരിയായോ എന്ന് നോക്കുക, എന്നിട്ട് ശരിയാക്കുക, അങ്ങനൊന്നും അല്ല അതിന്റെ ഉദ്ദേശം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഈ മയ്യത്തിന് ഇത് നന്നാക്കിയത് കൊണ്ട്, കുറ്റമറ്റതാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവമോ ഉപകാരമോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വലാകിൻ അല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു, എന്ത് പ്രവൃത്തി ചെയ്താലും ശരി, ഇവൻ ഖബറടക്കുന്നത് പോലെ പോലുമായിരുന്നാലും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് കുറ്റമറ്റതും പെർഫെക്റ്റുമായിരിക്കണം, ഇത്ഖാനോടുകൂടി ആയിരിക്കണം. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഖബറിനെ കുറിച്ച്, വഅമിഖൂ വഅഹ്സിനൂ, ഖബർ നല്ല ആഴത്തിലുള്ളതാകണം, ഏറ്റവും നല്ല നിലയിലുമാകണം. എന്ന് പറഞ്ഞാൽ ഒരു ഖബറായിട്ട് തന്നെ ആകണം, എങ്ങനെയെങ്കിലുമൊക്കെ മാന്തി വെക്കലല്ല എന്നർത്ഥം. അതുപോലും ഇത്ഖാനോടുകൂടി പഠിപ്പിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തീരുന്നില്ല. ഒരാൾ മരണപ്പെട്ട് കുളിപ്പിക്കുമ്പോൾ, കഫം പൊതിയുമ്പോൾ ഇവിടെ ഒക്കെ ഇത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഞാൻ മരണം കൊണ്ട് തന്നെ ഖബർ കൊണ്ട് തുടങ്ങുകയാണ് ഈ വിഷയം. അവസാനം എത്താനുള്ളതാണല്ലോ. അത് ആദ്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇദാ കഫന അഹദുക്കും അഖാഹു ഫൽയുഹ്സിൻ കഫനഹു, ഒരു മയ്യത്ത് കഫൻ പൊതിഞ്ഞാൽ ഏറ്റവും നല്ല നിലയിലായിരിക്കണം പൊതിയേണ്ടത്. തുണി പിടിച്ചു മുറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു കെട്ടി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇഹ്സാൻ അതിലും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരിച്ചതല്ലേ, എങ്ങനെങ്കിലും പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയി ഇടാൻ പറ്റൂല. കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്തെ പോലുമാണ് ഈ പരാമർശിച്ചത്. കൊണ്ടുപോകാൻ ഒരുക്കുന്നതിനെ കുറിച്ചാണ് ഈ പരാമർശിച്ചത്. ഈ സ്ഥലങ്ങളിലൊക്കെ ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യർ അധികവും ശ്രദ്ധിക്കാതെ പോകുന്ന രംഗങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് പോലും ഊന്നൽ കൊടുക്കുന്നത്. ഇനി നാം ചെയ്യുന്ന, നിരന്തരമായി ദിനേന നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലൊക്കെ ഇതുണ്ട്. ഇപ്പൊ വുളുവിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളുഅ, നമസ്കാരത്തിന് വേണ്ടി ഒരാൾ വുളു ചെയ്യുന്നു, അത് പറഞ്ഞു നിർത്തിയില്ല. ഫഅഹ്സനൽ വുളുഅ, വുളു ഏറ്റവും നന്നാക്കി ചെയ്യുക. ഇഹ്സാനും വേണം, ഇത്ഖാനും വേണം. ഓടി ഇങ്ങോട്ട് വന്ന് വെള്ളം തുറന്നു വിട്ട് ഇങ്ങനെ ആക്കി അങ്ങോട്ടാക്കി തൊട്ട് തുടച്ചങ്ങോട്ട് പോയാൽ വുളു ആവൂല. കഴുകേണ്ടത് എവിടം വരെ കഴുകാൻ പറഞ്ഞോ അവിടം വരെ കഴുകിയിരിക്കണം. തടകാൻ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തടകിയിരിക്കണം. ആ രൂപത്തിൽ വുളു ചെയ്യുമ്പോഴാണ് അതിന് ഇഹ്സാൻ എന്ന് പറയുക. വുളുവിന്റെ ഇഹ്സാൻ, വുളുവിന്റെ ഇത്ഖാൻ എന്ന് പറയുന്ന അതാണ്. അത് ചെയ്താൽ എന്താ? ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ചെറിയ പാപങ്ങളൊക്കെ അങ്ങോട്ട് പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, ഈ നഖത്തിന്റെ അടിയിൽ പാപമുണ്ടെങ്കിൽ അതുപോലും പോകുന്ന.
പക്ഷെ വുളു ഇഹ്സാനാകണം, ഇത്തിഖാനോടുകൂടിയാകണം. മുഖം എവിടം മുതൽ എവിടം വരെ കഴുകാൻ പഠിപ്പിച്ചു അത് കഴുകിയിരിക്കണം. കൈ ഏതുവരെ കഴുകാൻ കൽപ്പിച്ചു അത് കഴുകിയിരിക്കണം. തല എവിടം മുതൽ എവിടം വരെ തടവാൻ കൽപ്പിച്ചു അതുപോലെ തടവിയിരിക്കണം. തൊട്ട് തേച്ചുകൊണ്ട് ഒന്നും ആവൂല. ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ല. പിന്നെ ഇപ്പൊ ഇത്ര അധികം പറയാണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ആരെങ്കിലും ഒക്കെ. ചിന്തിച്ചോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടൂല. ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ അതുകൊണ്ട് തന്നെയാണെന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചു. ഇനി നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധ നമസ്കാരത്തിന്റെ സമയം ആസന്നമാകുന്നു. എന്നിട്ട് അവൻ എന്തൊക്കെ നന്നാക്കണം? അവൻ നന്നാക്കണം ആ നമസ്കാരത്തിന് വേണ്ടിയുള്ള വുളു, ആ നമസ്കാരത്തിന്റെ ഖുശൂഅ്, ആ നമസ്കാരത്തിന്റെ റുകൂഅ്, എന്തൊക്കെയാണോ നമസ്കാരത്തിലെ കർമ്മം അതെല്ലാം ഇഹ്സാൻ, അതെല്ലാം ഇത്ഖാൻ. എങ്ങനെങ്കിലും അങ്ങോട്ട് കാട്ടിക്കൂട്ടി ഒരു നിസ്കാരമാക്കി പോകാനല്ല പറഞ്ഞത്. അതിൽ നമസ്കാരത്തിൽ തുമഅനീനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനാവശ്യമായ സമയമെടുക്കാൻ, ഒരുപാട് എടുക്കാനും പാടില്ല, ഒട്ടും എടുക്കാതിരിക്കാനും പാടില്ല. റുക്കോയിൽ അങ്ങോട്ട് പോയി റുക്കോയിൽ എത്തുമ്പോഴേക്കും ഇഅ്തിദാലിലേക്ക് പോകരുത്. റുക്കോയിൽ നിശ്ചയിച്ച സമയമുണ്ട്, ആ ടൈം അവിടെ ഉണ്ടാകണം. ഇഅ്തിദാലിലും അങ്ങനെ തന്നെ. അതങ്ങനെ വരുമ്പോഴേ നമസ്കാരം ഇഹ്സാൻ എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ആ നമസ്കാരത്തിന്റെയും മറ്റ് നമസ്കാരങ്ങളുടെ ഇടയിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാണ്. ഇങ്ങനെ വർഷം മുഴുവൻ അവൻ ചെയ്തുകൊണ്ടിരുന്നാലോ ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതനായി മുക്തനായി അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാമെന്ന്. ഇന്ന് വെള്ളിയാഴ്ച നമ്മളെല്ലാം ജുമഅക്കാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു ജുമഅക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ് ചെയ്യുന്നതെങ്കിൽ 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. 10 ദിവസത്തെ, എന്റെ വകയല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അതിന് നിശ്ചയിച്ച നിബന്ധനകളുണ്ട്. ഇല്ലാതെ കിട്ടൂല ഈ പ്രതിഫലം. ആ നിബന്ധനകൾ എന്ന് പറയുന്നത് അതിലും പറയുന്നു, അത്രേ ഞാൻ അറബി വായിക്കുന്നുള്ളൂ, ബാക്കി മലയാളം പറയാം. ഒരാൾ വുളു കൊടുത്തു, വുളു നന്നാക്കി, നേരത്തെ പറഞ്ഞ ഇഹ്സാൻ തന്നെ, ഏറ്റവും കുറ്റമറ്റ നിലയിൽ വുളു ചെയ്തു. പിന്നെ ജുമഅക്ക് വന്നു. എന്നിട്ടോ അവിടെ ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു. പിന്നെയോ നിശബ്ദത പാലിച്ചിരുന്നു. പിന്നെ നമസ്കരിക്കേണ്ടത് നമസ്കരിച്ചു. അതിനുശേഷം അവൻ പിരിഞ്ഞു പോയാൽ കഴിഞ്ഞ ജുമയുടെയും ഈ ജുമയുടെയും ഇടയിൽ എത്ര ദിവസം വരും? 7 ദിവസം +3. അതാണ് ഞാൻ പറഞ്ഞത്, സിയാദത്തു സലാസത്തി അയ്യാം, 10 ദിവസത്തെ. അത് മാന്യമായ നിലയിലാണ്. ഞാൻ ജുമഅക്കാണ് വന്നിരിക്കുന്നത്, ഞാൻ പള്ളിയിലാണ് ഇരിക്കുന്നത്, ഞാൻ ശ്രവിക്കുന്നത് ഖുതുബയാണ് എന്നുള്ള ബോധത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇരിക്കലാണ്. അത് ചെയ്യുമ്പോഴാണ് 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞത്. നമുക്കിതൊന്നും ഒരു വിഷയമല്ല. നമുക്കെല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ്. ജുമഅയും ഒരു കാട്ടിക്കൂട്ടലാണ്. ഒന്ന് വരിക, ഇരിക്കുക, ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ വിഷമിക്കരുത്, എന്നോട് ആർക്കും വിഷമം തോന്നരുത്. നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതേ ഉള്ളൂ എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എന്റെ റബ്ബല്ലേ എന്റെ മനസ്സറിയാം. അപ്പൊ അത്രമാത്രം നാം ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇങ്ങനെയുള്ള എല്ലാത്തിലും, നോമ്പും ഹജ്ജും സക്കാത്തും ദാനധർമ്മങ്ങളും എല്ലാറ്റിലും ഈ പ്രയോഗം നമുക്ക് കാണാം. ഒന്നും മാറ്റിവെക്കാനില്ല. ഇനി തീരുന്നില്ല. അധികം ഒരു മൃഗത്തെ അറുക്കുമ്പോൾ പോലും ഈ ഇഹ്സാനും ഇത്ഖാനും ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാറ്റിലും അല്ലാഹു ഇഹ്സാൻ നിശ്ചയിച്ചു.
കുറ്റമറ്റതും മികവുറ്റതും ആയിരിക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ചു. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അതിലും വേണം അത്. വൈദാ ദബഹ്തും ഫഅഹ്സിനുൽ ദബഹ, നിങ്ങൾ എന്തെങ്കിലും മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ അറുക്കുകയാണെങ്കിലോ അതിലും വേണം ഈ ഇഹ്സാൻ. അടുത്ത കാലത്ത് പത്രത്തിൽ കാണാൻ കഴിഞ്ഞു, മൃഗങ്ങൾക്കൊന്നും വേദനയില്ലാത്ത നിലയിൽ അറുക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ വായിച്ചു. വന്നോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ അറുക്കുമ്പോൾ പോലും പെട്ടെന്ന് ജീവൻ പോകുന്ന നിലയിൽ അറുക്കപ്പെടുന്ന വസ്തുവിന് കൂടുതൽ വേദന അനുഭവിക്കാതെ നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറുക്കണം എന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിലും നാം കാണുന്നത് ഈ പറഞ്ഞ ഇഹ്സാനും ഇത്ഖാനും തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഈ കാര്യങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധരായിരുന്നു പൂർവികന്മാരായ ആളുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹിമഹുള്ളയെ കേൾക്കാത്തവരും അറിയാത്തവരും ആരും ഉണ്ടാവില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസാണല്ലോ ഇമാം ബുഖാരിയുടെ ഹദീസ്. അൽ ജാമിഅ് എന്നാണ് അതിനെ കുറിച്ച് അറിയപ്പെടുക. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 6 ലക്ഷം ഹദീസുകൾ ഞാൻ പരിശോധിച്ചു. എത്ര? 6 ലക്ഷം. ആ 6 ലക്ഷം ഹദീസുകൾ ഞാൻ പരിശോധിച്ചിട്ട് അത് എത്ര വർഷം കൊണ്ട്? 16 വർഷം കൊണ്ട്. 16 വർഷമെടുത്ത് 10 ലക്ഷം ഹദീസുകൾ, 6 ലക്ഷം ഹദീസുകൾ പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും സഹീഹായ, കുറ്റമറ്റ, ഒരു ന്യൂനതയും പറയാനില്ലാത്ത ഹദീസുകൾ വളരെ ചുരുക്കിയ നിലയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഹദീസുകൾ രേഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ ഞാൻ അതിനു മുമ്പ് കുളിക്കും, എന്നിട്ട് ഞാൻ നമസ്കരിക്കും 2 റക്അത്ത്. എന്നിട്ട് ഈ ഹദീസിന്റെ സിഹത്ത്, ഇതിന്റെ ആധികാരികത ഞാൻ ആദ്യന്തം നന്നായി പരിശോധിക്കും, ഇഹ്സാനോടുകൂടി ഇത്ഖാനോടുകൂടി ചെയ്യും. എന്നിട്ട് എനിക്ക് ബോധ്യപ്പെടണം അത് ഏറ്റവും ഒരു കുറ്റമറ്റതാണ് എന്ന്. അപ്പോൾ മാത്രമേ ഞാൻ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന്. എന്ത് ത്യാഗമാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഹദീസ് ശേഖരിക്കുന്നതിൽ കാണിച്ച സുരക്ഷയും സൂക്ഷ്മതയും ജാഗ്രതയും എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. അവരൊക്കെ ഇങ്ങനെ കല്ലും പതിരും വേർതിരിച്ച് തന്ന ഹദീസുകൾ എടുത്ത് ഉദ്ധരിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ, നമുക്കൊക്കെ കഴിയുന്നുള്ളൂ. എന്ത് പാടെന്ത് ത്യാഗം അവർ അനുഭവിച്ചു എന്ന് നോക്കുക. ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ ഇതുപോലുള്ള പൂർവികന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദ് നബവിയുടെ നിർമ്മാണം നടക്കുന്നു. പ്രവാചകൻ ഓരോ സന്ദർഭത്തിലും ഓരോരുത്തരെ കെൽപ്പുറ്റ, കഴിവുറ്റ, അതിൽ അന്യതായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും കുറ്റമറ്റ നിലയിൽ ചെയ്യുന്നവർക്ക് മുൻഗണന കൊടുക്കുകയും ഒക്കെ ചെയ്തത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് കാണാം. അതിൽ ഒരു രംഗം മാത്രം, മസ്ജിദ് നബവി പണിതുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അതിൽ പങ്കാളിയാകാനും വേണ്ടി തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി വരികയാണ്. പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രവാചകൻ ഈ പള്ളി പണിയുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സഹാബികൾ പള്ളി നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവർ മണ്ണ് കുഴയ്ക്കുന്നത് പ്രവാചകൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് ഈ തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. ചോദിച്ചിട്ടൊന്നുമല്ല. നമ്മളൊക്കെ ഏതെങ്കിലും പ്രവാചകന്റെ മുഖം നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊക്കെ ഒരു പണി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ മുഖം നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തുമല്ലോ നമ്മളൊക്കെ. അല്ലെങ്കിൽ ആരാണോ പണിയുന്നത് ആ പണിയുന്നവർ പണിയിക്കുന്നവന്റെ മുഖത്ത് നോക്കുമ്പോൾ ആ മുഖം പറയും ഇഷ്ടമാണോ അനിഷ്ടമാണോ എന്ന്. അത് ഉറപ്പല്ലേ, വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ ഈ തൽക്കിന് അത് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? അവരിൽ നിന്ന് ആ കൈക്കോട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് മണ്ണ് നന്നായി കുഴയ്ക്കാൻ തുടങ്ങി. കുഴച്ചു കൊടുത്തപ്പോൾ പ്രവാചകന്റെ മുഖം പ്രസന്നമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, അദ്ദേഹം ഹനീഫിയ ഗോത്രക്കാരനാണ്, മണ്ണ് കുഴയ്ക്കാനുള്ള പണി ഈ ഹനീഫിയ ഗോത്രക്കാരനെ ഏൽപ്പിച്ചേക്ക്, നിങ്ങൾ ബാക്കി പണി നിങ്ങൾ ചെയ്യേ, കാരണം അദ്ദേഹം ഇതിൽ അഗ്രഗണ്യനാണ്, കുറ്റമറ്റ നിലയിൽ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രവാചക ചരിത്രത്തിൽ ശേഷമൊക്കെ കാണാം. നമ്മൾ നോക്ക്, ദാവൂദ് നബിയുടെ പടയെങ്കി ഖുർആനിൽ വിധേയമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പടയെങ്കി സൂറത്തു സബയിലെ 10-11 വാചകങ്ങളിലാണ് അതുള്ളത്.
അതിൽ പറയുന്നുണ്ട് അനിഅമൽ സാബിഖാത്തിൻ വഖദ്ദിർ ഫിസ്സർദി. നിസ്കാരമല്ല നോമ്പല്ലെന്നോ ഈ പറയുന്നൊന്നും. എന്താ പറയാ? അനിഅമൽ സാബിഖാത്തിൻ, വലിയ വിശാലമായ തരത്തിലുള്ള പടയങ്കി അഥവാ എന്താണ് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള ആ ആയുധം നീ തയ്യാറാക്കുക എന്ന് പറഞ്ഞു. വഖദ്ദിർ, എന്നിട്ട് പറഞ്ഞു വഖദ്ദിർ ഫിസ്സർദി, അതിന്റെ കണ്ണികൾ കുറ്റമറ്റ നിലയിൽ ഫിറ്റ് ചെയ്യണോട്ടോ. ദാവൂദ് നബിയോട് അള്ളാഹുവിന്റെ നിർദ്ദേശം. അനിഅമൽ സാബിഖാത്തിൻ, ശത്രുക്കളെ പ്രതിരോധിക്കാൻ ശക്തമായ നിലയിലുള്ള ഈ ഇതുണ്ടാക്കുന്ന സന്ദർഭത്തില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആ കവചത്തിന്റെ കണ്ണി കുറ്റമറ്റതായി നിർമ്മിക്കണം. കണ്ണി വലുതാവുകയും അതിലിടുന്ന ആണി ചെറുതാവുകയും ചെയ്താൽ അതിന് ഇളക്കം ബാധിക്കും. അതേസമയം കണ്ണി ചെറുതാവുകയും ആണി വലുതാവുകയും ചെയ്താൽ അവിട്ട് കടക്കുകയില്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരല്ലേ. എന്തിനാ ഇത്ര കൃത്യമായി ദാവൂദ് നബിയോട് പറഞ്ഞത്? ഏത് കാര്യം ആരായിരുന്നാലും ശരി, അത് പെർഫെക്റ്റ് ആയിരിക്കണം, ഇത്ഖാനായിരിക്കണം, ശ്രദ്ധ വേണം, എങ്ങനെങ്കിലും ചെയ്താൽ പോരാ എന്ന് പഠിപ്പിക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഭവമാണല്ലോ ഹിജ്റ 5-ാം വർഷം നടന്ന ഖന്ദഖ് യുദ്ധം. ഖന്ദഖ് യുദ്ധത്തിന് 2 പേരുണ്ട്. ഒന്ന് അഹിസാബ്. അഹിസാബ് എന്ന് വെച്ചാൽ സഖിയ കക്ഷികൾ എന്നാണ്. അഹിസാബ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, എല്ലാവർക്കും അറിയാം, സൂറത്തുൽ അഹിസാബ്. അത് ഈ യുദ്ധവുമായി ബന്ധപ്പെടുന്ന അധ്യായം തന്നെയാണ്. അതിൽ പരാമർശിക്കുന്നുണ്ട്. ഖന്ദഖ് എന്ന് പറഞ്ഞാൽ കിടങ്ങുന്നാണ്. ഖുറൈശികളും അതുപോലെ തന്നെ ഗത്ഫാൻ ഗോത്രക്കാരും അറബികളും എല്ലാവരും കൂടി, എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയോടൊപ്പം ഉണ്ടായിരുന്ന അനുചരന്മാരും ഒഴികെ ബാക്കി ആരൊക്കെ ഉണ്ടോ ആ നാട്ടില് അവർ മുഴുവനും ഒറ്റ കക്ഷിയായി, ഒറ്റ ശക്തിയായി മാറി ഏതാണ്ട് 10,000-ഓളം വരുന്ന സൈന്യങ്ങളെയും ഒരുക്കി കൂട്ടിക്കൊണ്ട് പ്രവാചകനെയും അനുയായികളെയും അതിലൂടെ പരിപാവനമായ ഇസ്ലാമിക സന്ദേശത്തെയും ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ വരവ്. പക്ഷെ അവർ തിരിച്ചുപോയ പോക്ക് എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈദിഹിം ലം യനാലൂ ഖൈറാ. ഒരു നന്മയും നേടാൻ കഴിയാത്ത നിലയിൽ കോപിഷ്ഠരായിട്ടാണ് ശത്രു സൈന്യം മടങ്ങിപ്പോയത് എന്നാണ്. അതിന് കാരണം എന്താ? വളരെ ആഴത്തിലും നീളത്തിലും വീതിയിലുമുള്ള കിടങ്ങ് കുഴിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്ത് അതിലൂടെയാണ് അതിൽ ആ വിജയം നേടാൻ കഴിഞ്ഞത് എന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നത്. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് എല്ലാ കാര്യത്തിലും നമസ്കാരം മുതൽ നാം ഇടപെടുന്ന, നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം, നാം ഉപയോഗിക്കുന്ന പ്രതിരോധ രംഗങ്ങൾ എന്ന് വേണ്ട ഏതൊക്കെ രംഗങ്ങളുണ്ടോ, ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായി വരുന്ന എന്തൊക്കെ കാര്യങ്ങളിലുണ്ടോ അതിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇഹ്സാൻ അല്ലെങ്കിൽ ഇത്ഖാൻ എന്നൊക്കെ പറയുന്നത്. അത് ശ്രദ്ധാപൂർവം എല്ലാ കാര്യത്തിലും നമ്മളും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് ഖുർആൻ പറയുന്നു, പ്രവാചകൻ പറയുന്നു. ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. കുറ്റമറ്റ ജീവിതം എല്ലാ അർത്ഥത്തിലും, അതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ജീവിതം നയിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുള്ള പ്രതീക്ഷാ നിർഭരമായ ചില വാർത്തകൾ ഗസയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന, അള്ളാഹുവിനെ സ്തുതിക്കാൻ വഴിയൊരുക്കുന്ന, വീണ്ടും അവിടുത്തെ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു രംഗമായിട്ട് ഈ സന്ദർഭത്തിൽ വരികയാണ്. അത് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നു. നമ്മളിന്ന് വായിച്ചതാണ് പത്രങ്ങളിലൊക്കെ. 1-ാം ഘട്ടം എന്നുള്ള നിലയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എന്നും 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നും അതുപോലെ തന്നെ തിങ്കളാഴ്ചയോടുകൂടി ബന്ദികളെയൊക്കെ മോചിപ്പിക്കുമെന്നും ഒക്കെയുള്ള കരാറുകളും കാര്യങ്ങളൊക്കെ ഖത്തറിന്റെ
അതിശക്തമായ നീക്കം, ഈജിപ്തിൽ വെച്ച് നടന്ന ചർച്ച, ഇതെല്ലാം കൂടി ഒരു പ്രതീക്ഷയുടെ പുലരി അവിടെ ഉണ്ടാകുന്നോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ. മുമ്പും ഇതേപോലെ മാസങ്ങളോളം ദിവസങ്ങളോളം വേണ്ടെന്ന് വെച്ചിട്ട് പിന്നീട് തുടങ്ങിയ തുടക്കമാണ് വംശഹത്യയുടെ മൂർധന്യ ദശയിലെത്തിയത് എന്ന് നമുക്കറിയാം. ഇതങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പൂർണ്ണമായ ശാന്തിയും സമാധാനവും ആ ഭാഗത്തുണ്ടാകണം. ആ ഭാഗത്ത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ആ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു സ്വതന്ത്രമായ രാഷ്ട്രം എന്നുള്ള ലോക രാഷ്ട്രങ്ങളുടെ ആ ചിന്ത, ആ ആഗ്രഹം സബലീകൃതമാകണം. ഇനിയൊരു യുദ്ധമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ അവിടെ ഉണ്ടായിത്തീരണം. അതിനൊക്കെ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇനി നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കരാറുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞതിന് ശേഷം പോലും ഇന്നലെയും 10 പേരെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് എന്ന സങ്കടകരമായ വാർത്തയും ഇതിലുണ്ട്. അത് യൂതന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. അതാണ് അവരുടെ ശൈലി. അതിൽ നിന്നൊക്കെ മാറാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടാകാനും ആ സാധുക്കളായ ദുരന്തം മാത്രം ഏറ്റുവാങ്ങി ജീവിച്ച ആ സാധുക്കളായി ഇനി അവശേഷിക്കുന്നവർക്കെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദേശത്ത് സംജാതമാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുവാനും ഘട്ടം ഘട്ടമായി പൂർണ്ണമായ സമാധാനം ആ പ്രദേശത്ത് സംജാതമാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലോകമെമ്പാടും ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുക്തരാക്കി കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മളുടെ റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷന്റെ ദിവസമാണ്. ആവശ്യക്കാർ ഒരുപാടുണ്ട്, പൈസ കുറവാണ് എന്നൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കഴിവിന്റെ പരമാവധി അതുമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഫിത്തനകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് വേദന കടിച്ചിറക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വേദന ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് പൂർണ്ണ സിഹ്ഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം തീവ്രമായ രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് സുഹൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മധ്യവയസ്കൻ മരണപ്പെട്ടു. അദ്ദേഹം കത്രിക്കടവ് ഏരിയയിലേക്ക് താമസത്തിന് പോകുന്നതിന് മുമ്പ് ഈ മിമ്പറിന്റെ മുൻവശത്ത് എന്നും ജുമഅക്ക് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കിടന്നൊരുപാട് പ്രയാസപ്പെട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അവസ്ഥയിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة